ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് 800 ഗ്രാം ചിക്കൻ ഉണ്ടാവും ഇത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പാത്രത്തിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മസാല, ഇത്രയും ഇട്ടിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഒത്തിരി ഇട്ട് നമ്മൾ പ്രഷർ കൊടുത്ത് ഇളക്കണ്ട. അപ്പോൾ ചിക്കൻ എല്ലാം ഒത്തിരി ഡള്ളായി പോകും. അതുകൊണ്ട് നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനകത്തേക്ക് ഞാൻ ഒരു ചട്ടിയാണ് എടുത്തേക്കണേ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചട്ടിയും ചൂടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് ഈ 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതിനകത്തേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. ഈ 3 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിനകത്തേക്ക് നമുക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുരുമുളക് ഇട്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ കുരുമുളക് ഇട്ട് വെക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ മുമ്പേ പുരട്ടി വെച്ചിരുന്ന ചിക്കന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഈ ചിക്കനകത്തുനിന്ന് പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും എന്ത് സാധനം അടുപ്പിൽ വെച്ചാലും നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിക്കനാണേലും ബീഫ് എന്ത് സാധനമാണേലും അത് കല്ലിച്ച് പോകും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.